ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ കപ്പാസിറ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. അവർ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാ. അതിൽ ഒന്നാമത്തത്, ദ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഇൻ എ സീരീസ് കോമ്പിനേഷൻ ഈസ് ഓൾവേസ് സ്മോളർ ദാൻ ദ സ്മോളസ്റ്റ് കപ്പാസിറ്റൻസ് ഓഫ് ദ കോമ്പിനേഷൻ. ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. കാരണം നമ്മൾ 2 കപ്പാസിറ്റേഴ്സ് സീരീസിൽ കണക്ട് ചെയ്തു. ഓക്കെ, ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ ഒരു വാല്യൂ എടുക്കാം. ഇതിന്റെ വാല്യൂ ഞാനൊരു 10ഉം ഇതിന്റെ വാല്യൂ 30. അവർ പറയുന്ന സീരീസിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരെണ്ണത്തിന്റെ വാല്യൂ എത്രയാണോ അതിനേക്കാളും ചെറുതായിരിക്കും, ഈ 2 പേരെക്കാളും ചെറുതായിരിക്കും റിസൾട്ടന്റ്. കറക്റ്റ് അല്ലേ? കാരണം പാരലൽ സീരീസിന്റെ ഫോർമുല 1/C1 + 1/C2 ആണ്. അപ്പൊ നമുക്ക് 1/10 + 1/30. Therefore 1/C is equal to 30. നമ്മൾ LCM ആക്കി എടുത്തു കഴിഞ്ഞാൽ 3 + 1, so that is equal to 4/30 ആണ്. Or C is equal to 30 divided by 4, that is equal to 15 divided by 2, that is equal to 7.5 ആണ് ഇവിടുത്തെ കപ്പാസിറ്റൻസ്. അപ്പൊ ഈ 2 പേരെക്കാളും ഇഫക്റ്റീവ്ലി ചെറുതാണ് ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് വരുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ എ എന്താണ്? ശരിയാണ്. When a dielectric medium is placed between the charged plate of a capacitor, displacement of charges cannot occur due to insulation property of dielectric. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നിങ്ങളൊരു ഡൈലക്ട്രിക് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ചാർജിന് മൂവ് ചെയ്യില്ല എന്നാണ് അവർ പറയുന്നത്. കണ്ടില്ലേ? ദ പ്ലേറ്റ് ഓഫ് എ കപ്പാസിറ്റർ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ചാർജസ് കനോട്ട് ഒക്കോർ. ചാർജുകൾ പിന്നെ മൂവ് ചെയ്യില്ല എന്നുള്ളത് അത് തെറ്റാണ്. നിങ്ങൾ ഡൈലക്ട്രിക് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിലൂടെ ഇലക്ട്രിക് ഫീൽഡ് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഒരു ഡൈലക്ട്രിക് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും കപ്പാസിറ്റൻസ് കൂടാണ് ചെയ്യുക, അല്ലാതെ ചാർജുകൾ അത് ബ്ലോക്ക് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. ഇനി അവർ പറയുന്ന മറ്റൊരു കാര്യം, ഇൻക്രീസിങ് ദ ഏരിയ. അവർ പറയാണ് ഏരിയ എന്ത് ചെയ്തു? അവർ ഇൻക്രീസ് ചെയ്തു. ആൻഡ് ഡിക്രീസിങ് ദ തിക്നെസ് ബിറ്റ്വീൻ ദ ഡൈലക്ട്രിക്, അല്ലെ? ആൻഡ് ഡിക്രീസിങ് ദ തിക്നെസ് ഓഫ് ദ ഡൈലക്ട്രിക്. ഡൈലക്ട്രിക്കിന്റെ തിക്നെസ് എന്ത് ചെയ്തു? ഡിക്രീസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എന്താണ് അവർ പറയുന്നത്? ഓർ ഡിക്രീസിങ് ദ തിക്നെസ് ഓഫ് ദ ഡൈലക്ട്രിക് ഇൻ alternate method to increase the capacitance. ആ പറയുന്ന സ്റ്റേറ്റ്മെന്റ് സി എന്താണ്? ശരിയാണ്. കാരണം ഒരു കപ്പാസിറ്റൻസിന്റെ ഫോർമുല ε0A ഡിവൈഡഡ് ബൈ D ഇൻറ്റു K ആണ്. ഇവർ ചെയ്ത കാര്യം ഇൻക്രീസിങ് ദ ഏരിയ നമ്മൾ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കപ്പാസിറ്റൻസ് കൂടുന്നുണ്ട്. ഇനി അവരുടെ ഡിസ്റ്റൻസ്, അല്ലെ? ആ ഡൈലക്ട്രിക് ഡിക്രീസ് ചെയ്യാന്ന് പറയുമ്പോൾ 2 പ്ലേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ത് ചെയ്തു? കുറച്ചു. ഡിസ്റ്റൻസ് കുറച്ചിട്ടുണ്ടെങ്കിലും കപ്പാസിറ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. നമ്മൾ ഏരിയ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിലും കപ്പാസിറ്റൻസ് കൂടുന്നുണ്ട്. ഓക്കെ, സോ ഇൻക്രീസിങ് ദ ഏരിയ ഓഫ് ദ കപ്പാസിറ്റർ ഓർ ഡിക്രീസിങ് ദ തിക്നെസ് ഓഫ് ദ ഡൈലക്ട്രിക്കിന്റെ തിക്നെസ് കുറക്കാന്ന് പറയുമ്പോൾ 2 പ്ലേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറക്കുകയാണ്, അല്ലെ? ആ പ്ലേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറക്കുമ്പോൾ അതിന്റെ ഉള്ളിലുള്ള ഡൈലക്ട്രിക്കിന്റെ തിക്നെസ്സും കുറയുന്നുണ്ട്. അപ്പൊ കപ്പാസിറ്റൻസ് കൂടും. ഈ രീതിയിൽ കപ്പാസിറ്റൻസിന് ഇൻക്രീസ് ചെയ്യാൻ പറ്റും എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് സിയും എന്താണ്? ശരിയാണ്. ഇനി ഫോർ എ പോയിന്റ് ചാർജ് കോൺസെൻട്രിക് സ്ഫെറിക്കൽ ഷെൽ ആർ ദ ഇക്യൂ പൊട്ടൻഷ്യൽ. അത് കറക്റ്റ് ആണ്. ഒരു പോയിന്റ് ചാർജിന്റെ ഇക്യൂ പൊട്ടൻഷ്യലിന്റെ ഷേപ്പ് എന്താണ്? ഇറ്റ് വിൽ ബി എ കോൺസെൻട്രിക് സർക്കിൾ. അതെന്താണ്? ഒരു കോൺസെൻട്രിക് സർക്കിൾ ആണ്. അതുകൊണ്ട് എയും സിയും ഡിയും കറക്റ്റ് ആണ്. ഓപ്ഷൻ 3.